ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ ഹൈവേ 360 വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പാരിപ്പള്ളിക്കടുത്ത് പാളയംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്തായിട്ടുള്ള ആശാമുക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ മിൽക്ക്മാൻ കഫേ എന്ന് പറഞ്ഞ ഒരു കഫേ ഉണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീം പുട്ട്, അത് ട്രൈ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഐസ്ക്രീം പുട്ട് ഒന്ന് ട്രൈ ചെയ്യാം. മിൽക്ക്മാൻ കഫേ എന്ന ഈ കഫേ വളരെ റീസെൻ്റ് ആയിട്ട് ആശാമുക്കിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കഫേയാണ്. ഈ ആശാമുക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഷേക്കിൻ്റെ സ്വന്തം സ്ഥലം കൂടിയാണ്. ഇത് അടിപൊളിയായിട്ട് ഇന്ത്യ വർക്കെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിടിലൻ കഫേ തന്നെയാണ്. ഇവിടുത്തെ മെനുവിൽ ഒരുപാട് വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും ഓർഡർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീം പുട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഐസ്ക്രീം പുട്ട് വെക്കാനുള്ള ബേസ് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം ആയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടുകുറ്റിക്കകത്തേക്ക് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം സ്കൂപ്പുകളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐസ്ക്രീം പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ലുക്കാണ്, കണ്ടോ. ഇതിൽ 5 തരം ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ബട്ടർ സ്കോച്ച്, ദെൻ സ്ട്രോബെറി, പിസ്ത, ചോക്ലേറ്റ്, പിന്നെ വാനില. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഐസ്ക്രീം പുട്ടിൻ്റെ ടേസ്റ്റാണ് ഇനി അറിയാനുള്ളത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഐസ്ക്രീം പുട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ചേർത്തിട്ടാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ നട്ട്സ് ഉണ്ട്, പിന്നെ കോൺഫ്ലെക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഐസ്ക്രീമായിട്ട് ചേർന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴിയാൻ കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഐസ്ക്രീം പുട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. എന്തായാലും ഐസ്ക്രീം പുട്ട് സൂപ്പറായിരിക്കുന്നു. ഇത് കണ്ടോ, ഇതിൽ ഇടയ്ക്ക് സേമിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുട്ടിന് പീരിടുന്ന പോലെയാണ് ഇതിൽ ഇങ്ങനെ സേമിയ ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് അത് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസം തന്നെയുണ്ട്. അങ്ങനെ വാനില ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്തു. 5 തരം ഐസ്ക്രീം ഉണ്ടായിരുന്നതിൽ ഈ ഐസ്ക്രീം പുട്ടിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ മിക്സുമായിട്ട്, അതായത് നമ്മുടെ ഈ ബേസ് ഉണ്ടല്ലോ, ബേസുമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് വാനില ഐസ്ക്രീം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കാണ് ആ ഓരോ ഫ്ലേവറിലുള്ള നമ്മുടെ നട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വേർതിരിച്ചറിയാൻ പറ്റുന്നത്. എന്തായാലും സംഭവം വാനില ഐസ്ക്രീമാണ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ സെക്കൻഡ് ഐറ്റം എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഫ്രൂട്ട് ഷോട്ട്സ്. ഇതിൽ 4 ഐറ്റംസ് ആണുള്ളത്. ഇത് വന്നിട്ട് ഓറഞ്ച്, ഇത് പൈനാപ്പിൾ, ഇത് ആപ്പിൾ, ഇത് പ്രോമഗ്രാനൈറ്റ്, നമ്മുടെ മാതളം. ഇത് വെറും സിമ്പിൾ ഐറ്റമാണ്, ഫ്രഷ് ജ്യൂസാണ്. നമ്മൾ ഈ ഷോർട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കുകളിലൊന്നായ നമ്മുടെ ഓറഞ്ച്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല അതിലൊരു ഓറഞ്ച് ജ്യൂസ്. ഷേക്ക് ഇതിൽ നിന്ന് 2 ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നിനക്ക് ഏത് വേണോടാ? പൈനാപ്പിളും ആപ്പിളും. അപ്പോൾ ഇത് 2 ഷേക്ക് ട്രൈ ചെയ്തിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കും, അവൻ പറയില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഷേക്കിനുള്ള മാറ്റി വെച്ചു, സീസറിനുള്ള സീസറിൽ. അപ്പോൾ നമ്മൾ പ്രോമഗ്രാനൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് പ്രോമഗ്രാനൈറ്റ് നല്ല ജ്യൂസാക്കി അടിച്ച് നമ്മുടെ ഷോർട്ട് ഗ്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നു. നല്ല ഫ്രഷ് ജ്യൂസ്, അടിപൊളി സംഭവം.
അപ്പോൾ ഷേക്ക് നമ്മുടെ പൈനാപ്പിളും അതുപോലെ തന്നെ ആപ്പിളും എല്ലാം ട്രൈ ചെയ്തു. നല്ല ഒന്നാമതൊരു ഫ്രഷ് ജ്യൂസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ മിൽക്ക്മാൻ കഫേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മിൽക്ക്മാൻ കഫേ, അത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം മിൽക്ക്മാൻ കഫേ എന്നുള്ള നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായ ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചില്ലക്കാടൻ സൈനിങ് ഓഫ്.